ഇസ്ലാമിന്റെ നല്ല നൂറ്റാണ്ടിന്റെ ചരിത്ര പശ്ചാത്തലം പരിശോധിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാര് വരെയും വിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളിലും അടക്കം ചെയ്തിരിക്കുന്ന നിയമങ്ങളെ കുറിച്ച് കൂലങ്കഷമായി മനസ്സിലാക്കിയിരുന്നു. അല്ലാമ അസ്മഈ എന്ന് പറയുന്ന അറബി ഭാഷയിൽ പരിജ്ഞാനമുണ്ടായിരുന്ന ഒരു പണ്ഡിതൻ, അദ്ദേഹം മലഞ്ചെരുവിൽ ഇരുന്ന് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. സൂറത്തുൽ മാഇദയിലെ ആയത്ത് പാരായണം ചെയ്ത് വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു ഗഫൂറുർ റഹീം. ആ മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ അസ്മഈയോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താ പാരായണം ചെയ്യുന്നത്? അറബി ഭാഷാ പണ്ഡിതനായ അസ്മഈ പറഞ്ഞു, ഹാദാ കലാമു റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ വചനമാണ്. മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ പറയുകയുണ്ടായി, ലൈസ ഹാദൽ കലാമു കലാമ റബ്ബി, ഇതൊരിക്കലും നിങ്ങളുടെ രക്ഷിതാവിന്റെ വചനമല്ല, രക്ഷിതാവിന്റെ കലാമല്ല. അസ്മഈക്ക് ദേഷ്യം വർദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, തീർച്ചയായും ഹാദാ കലാമു റബ്ബി, ഇതെന്റെ രക്ഷിതാവിന്റെ വചനമാണ് ഞാൻ പാരായണം ചെയ്യുന്നത്. മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ പറയുകയുണ്ടായി, ലൈസ ഹാദൽ കലാമു കലാമ റബ്ബി, ഇതൊരിക്കലും നിങ്ങളുടെ രക്ഷിതാവിന്റെ വചനമല്ല. അസ്മഈ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി, ശരിയാണ്, ഞാൻ പാരായണം ചെയ്തതിൽ തെറ്റ് സംഭവിച്ചു. വല്ലാഹു ഗഫൂറുർ റഹീം എന്ന വാദ്യം യഥാർത്ഥത്തിൽ വല്ലാഹു അസീസുൽ ഹകീം എന്ന. അസ്മഈ തെറ്റ് തിരുത്തിക്കൊണ്ട് പാരായണം ചെയ്തു, വസ്സാരിഖു വസ്സാരിഖതു ഫഖതഉ അയ്ദിയഹുമാ ജസാഅൻ ബിമാ കസബാ നകാലൻ മിനല്ലാഹ് വല്ലാഹു അസീസുൽ ഹകീം. എന്നിട്ട് അസ്മഈ മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയനോട് ചോദിച്ചു, നിങ്ങൾ ഖുർആൻ ഹാഫിളാണോ? ആട്ടിടയൻ പറഞ്ഞു, ഞാൻ വിശുദ്ധ ഖുർആനിന്റെ ഹാഫിളല്ല. മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയനോട് അസ്മഈ ചോദിച്ചു, നിങ്ങൾ ആലിമാണോ, പണ്ഡിതനാണോ? ആ മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന സാധാരണക്കാരനായ ആട്ടിടയൻ പറഞ്ഞു, ഞാൻ ആലിമല്ല, പണ്ഡിതനല്ല. പിന്നെ എങ്ങനെയാണ് എന്റെ തെറ്റ് നിങ്ങൾ മനസ്സിലാക്കിയത്? മലഞ്ചെരുവിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ആട്ടിടയൻ അസ്മഈയോട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്താണ് ഓതിയത് എന്ന് ചിന്തിച്ചിട്ട് തന്നെ പാരായണം ചെയ്തത്? വിശുദ്ധ ഇസ്ലാമിൽ ഒരു മോഷ്ടാവായ ആണും പെണ്ണും ചെയ്ത ക്രിമിനൽ കുറ്റത്തിന്റെ പേരിൽ അല്ലാഹു അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ശിക്ഷാ നടപടിയെ കുറിച്ചാണ് നിങ്ങൾ ഓതിയത്. അതിനുശേഷമാണ് അള്ള പുറത്തു കൊടുക്കുന്നവൻ, കരുണ ചെയ്യുന്നവൻ എന്ന് നിങ്ങൾ ഓതുന്നത്. അഥവാ മോഷ്ടാവിന് അല്ലാഹു പുറത്തു കൊടുക്കുകയും മോഷ്ടാവിനോട് അല്ലാഹു കരുണ ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ മോഷ്ടാവായ ആണിന്റെയും പെണ്ണിന്റെയും കൈ മുറിക്കാൻ അല്ലാഹു നിർദ്ദേശിക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് മോഷ്ടാവിന്റെ കൈ മുറിക്കാൻ അല്ലാഹു നിർദ്ദേശിച്ചത്. മലഞ്ചെരുവുകളിൽ ആടുകളെ മേച്ചുകൊണ്ടിരുന്ന ഒരു ആട്ടിടയൻ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്തിനെ കുറിച്ച് ഇത്രയും കൂലങ്കഷമായി മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇസ്ലാമിന്റെ നല്ല നൂറ്റാണ്ടുകളിൽ വിശുദ്ധ ഖുർആനെ കുറിച്ച് ഏതു നിലയിലായിരുന്നു സാധാരണക്കാർ വരെയും മനസ്സിലാക്കിയിരുന്നത്?